വീണ്ടും ഒരു ഡിസംബർ 25 കടന്നു വരികയാണ്. യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-ാം തീയതി തന്നെയാണോ? എന്തുകൊണ്ടാണ് നാം ക്രിസ്മസായി ഡിസംബർ 25-നെ ആഘോഷിക്കുന്നത്? ചില സഭകൾ ജനുവരി 6-നാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മിത്രദേവന്റെ ആഘോഷത്തെ കടമെടുത്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ഇതൊരു പേഗൻ ആചാരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത്തരം കാര്യങ്ങളാണ് നാം ഈ എപ്പിസോഡിൽ വിചിന്തനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രരേഖകളിൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് AD 114 എഴുതിയ കത്തുകളിൽ നമുക്ക് ഇപ്രകാരം കാണാം: യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25-ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞുള്ള കത്തുകളെ കാണാം. അപ്പോൾ ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ മിത്രദേവന്റെ അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തെ അട്ടിമറിച്ചുണ്ടാക്കിയതല്ല യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. എപ്രകാരമാണ് ക്രിസ്മസിന്റെ ഉത്ഭവം? ആദിമസഭ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി തന്നെ യേശുക്രിസ്തുവിന്റെ ജനനം എപ്രകാരമാണ് എന്നാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ആഗ്രഹമുള്ളവരായിരുന്നു. അവർ ഇപ്രകാരമാണ് ആ തീയതി കണ്ടെത്തിയത്: യോക്കിംപൂർ ഉത്സവം സെപ്റ്റംബർ അവസാനത്തിലും ഒക്ടോബർ ആദ്യ ആഴ്ചയിലും ഇടയിൽ നടക്കുന്ന യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളാണ്. നമുക്കറിയാം, 2 വർഷം മുമ്പ് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ വന്ന് ആക്രമിച്ചത് യോക്കിംപൂർ ഉത്സവത്തിന് അന്നാണ്. അത് ഒക്ടോബർ 2-ാം തീയതിയായിരുന്നു. ബൈബിളിൽ നമ്മൾ ഇങ്ങനെ ഒരു രേഖ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ സക്രിയ ജെറുസലേം ദേവാലയത്തിൽ ധൂപാർപ്പണം ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അബിയായുടെ ഗണത്തിലുള്ള സക്രിയ പുരോഹിതനാണ് നറുക്ക് വീണിരിക്കുന്നത് എന്ന് നാം കാണുകയാണ്. വിശുദ്ധ യോഹന്നാൻ, സ്നാപ യോഹന്നാന്റെ പിതാവാണ് സക്രിയ. ചരിത്രത്തിൽ BC 5 സെപ്റ്റംബർ മാസത്തിൽ 25-ാം തീയതിയിലാണ് ഇപ്രകാരമുള്ളൊരു ധൂപാർപ്പണം ജെറുസലേമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബിയായുടെ ഗണത്തിന് നറുക്ക് വീണ കാലഘട്ടം. അഹ്റോന് 4 മക്കളുണ്ട്. ഈ 4 മക്കളിലെ ഓരോ മക്കളുടെയും ഗണമെടുക്കുമ്പോൾ അബിയായുടെ ഗണം കടന്നു വന്നിരിക്കുന്നത് BC 5 സെപ്റ്റംബർ 25-ാം തീയതിയാണെന്ന് ഗണിക്കപ്പെടുന്നു. ഇപ്രകാരം ദൈവദൂതനിൽ സന്ദേശം ലഭിക്കുകയും എലിസബത്ത് ഗർഭിണിയാവുകയും അതിനോട് 6-ാം മാസം, അതായത് മാർച്ച് 25-ന് സഭ മംഗളവാർത്ത ദിനമായി പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവദൂതൻ സന്ദർശിച്ച ദിനമായി കണ്ടെത്തുകയും ചെയ്യുകയാണ്. തുടർന്ന് 9-ാം മാസം എത്തുമ്പോൾ ജൂൺ 24-ാം തീയതി സ്നാപ യോഹന്നാന്റെ ജന്മതിരുനാൾ സഭ ആഘോഷിക്കുന്നു. മാർച്ച് 25-നോട് 9 മാസം കണക്കാക്കുമ്പോൾ ഡിസംബർ 25-ന് ക്രിസ്മസ് നാം ആഘോഷിക്കുകയാണ്. അതായത് BC 4 ഡിസംബർ 25-നാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്രകാരമാണ് ക്രിസ്മസ് ഡിസംബർ മാസത്തിൽ 25-ാം തീയതി ആഘോഷിക്കുന്ന ഒരു ചരിത്രം ആദിമ സഭയിൽ ഉണ്ടാകുന്നത്. ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഡയോക്ലീഷ്യസ് രാജാവ് റോമ സാമ്രാജ്യം ഭരിക്കുമ്പോൾ ഏകദേശം 60% ക്രിസ്ത്യാനികൾ നിറയുകയും 40% പേഗൻ മതക്കാർ ആവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കടന്നു വരികയാണ്. ക്രിസ്ത്യാനികൾ തൻ്റെ രാജ്യത്തിന് ശത്രുതയാകും, രാജ്യത്തിന് പിളർപ്പിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയ ഡയോക്ലീഷ്യസ് രാജാവ് പേഗൻ മതത്തിലൊരു ദൈവമായ മിത്രദേവനെ, അതും ബാബിലോണിൽ നിന്ന് കടമെടുത്ത ഒരു ദേവനെ, അതിനൊരു ആചാര രീതികൾ ഉണ്ടാക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇന്ത്യയിലെ വരുണ ഭഗവാന്റെ മിത്രമാണ് മിത്രഭഗവാൻ. വരുണൻ എന്ന് പറയുന്നത് കടലാണ്, മിത്ര എന്ന് പറയുന്നത് സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് സൂര്യഭഗവാന്റെ ജനനമായി കാണുന്നത്. അത് യൂറോപ്പിലേക്ക് എത്തുമ്പോൾ ഡിസംബർ 22-ാം തീയതി ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പ്രവേശിക്കുന്ന തുടക്കം എന്ന നിലയിൽ ഡിസംബർ 22-ാം തീയതി അവർ മിത്രദേവന്റെ തിരുനാളായി അവർ ആഘോഷിക്കുകയാണ്. പേഗൻ മതത്തിൽ ഡയോക്ലീഷ്യസ് രാജാവ് തുടക്കം കുറിച്ച, അതായത് AD 3-ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച ഈ ഒരു
ആചാരം ക്രിസ്മസിൽ നിന്ന് കടമെടുക്കുന്ന രീതിയിലാണ്, ക്രിസ്ത്യാനികൾ ആചാരത്തെ കടമെടുക്കുന്ന രീതിയിലാണ് ആഘോഷിച്ചു തുടങ്ങിയത് എന്നും കാണാൻ സാധിക്കും. അതിനു മുമ്പ് വരെ ഇപ്രകാരം ഒരു ആഘോഷം ഒരു ചരിത്രത്തിൽ ഇല്ലാതിരിക്കെ പുതിയൊരു ആചാരരീതിയോടെ തുടക്കം കുറിക്കുമ്പോൾ ഒരു ഗുഹയിൽ നിന്ന് സൂര്യൻ ജന്മമെടുക്കുന്നതും സൂര്യനെ സന്ദർശിച്ചുകൊണ്ട് ആട്ടിടയന്മാർ വരുന്നതും സൂര്യനെ 12 ശിഷ്യന്മാരെന്ന നിലയിൽ 12 ബഹിരാകാശ ഗോളങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്രകാരം മിത്രദേവന്റെ ജന്മദിനം ഡയോക്ലീഷ്യസ് രാജാവ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിൽ നിന്ന്, ക്രിസ്മസിൽ നിന്ന് ഡയോക്ലീഷ്യസ് രാജാവ് മിത്രദേവന്റെ ജന്മദിനനാളായി കടമെടുക്കുകയാണോ ചെയ്തത്? അതോ ക്രിസ്മസ് AD 325 ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വലിയ തിരുനാളായി മാറ്റപ്പെട്ടപ്പോൾ ഈ ഒരു ആഘോഷം അപ്രകാരം തന്നെ ക്രിസ്തുമസ് ആഘോഷമായി മാറ്റുകയാണ് ചെയ്തതെന്നുള്ളത് ചരിത്രത്തിൽ തർക്ക വിഷയമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ തീയതി നിശ്ചയിക്കുന്നത്. പേഗൻ മതത്തിൽപ്പെട്ടവർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി, ഡയോക്ലീഷ്യസ് ചക്രവർത്തിക്ക് ശേഷമുള്ള കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ മിലാൻ വിളംബരത്തോടുകൂടി AD 320 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അനേകം പേർ ക്രിസ്ത്യാനികളാവുകയും AD 325 നിക്ക കൗൺസിലിൽ ക്രിസ്മസ് എന്ന് ആഘോഷിക്കണമെന്നുള്ള കണക്ക് വന്നപ്പോൾ അത് ഡിസംബർ 25 ഫിക്സ് ചെയ്യുകയും, എന്നാൽ പേഗൻ മതക്കാർ ഡിസംബർ 22 ആഘോഷിക്കുന്ന ആചാരരീതിയോട് ചേർന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷം വിപുലമാവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. എന്നാൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി 6 തീയതിയാണ്. എന്തുകൊണ്ടാണ് അവർ ജനുവരി 6 ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഡിസംബർ 25 ആദിമസഭ ക്രിസ്മസ് ആഘോഷിച്ച് വന്നിരുന്നു എന്ന് പറയുമെങ്കിൽ എന്തുകൊണ്ട് ജനുവരി 6 ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു? അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതായത് ജൂലിയൻ കലണ്ടറിലായിരുന്നു ഡിസംബർ 25 കണക്കാക്കിക്കൊണ്ട് ക്രിസ്മസ് ആദിമസഭ മുതൽ ആഘോഷിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കലണ്ടറിനെ ഗ്രിഗറി മാർപ്പാപ്പ ക്രമപ്പെടുത്തുകയും ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരികയും ചെയ്തു. ഇന്നത്തെ കലണ്ടറാണ്. ഇങ്ങനെ ഇന്നത്തെ കലണ്ടറിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ജൂലിയൻ കലണ്ടറിലെ ഡിസംബർ 25 തന്നെ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്നാൽ അത് അവർ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിക്കാതെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയതുകൊണ്ട് ജനുവരി 6 അതായത് അവർ ആഘോഷിക്കുന്ന ജൂലിയൻ കലണ്ടറിലെ ഡിസംബർ 25 ഗ്രിഗോറിയൻ കലണ്ടറിലെ ജനുവരി 6 മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടർ അവർ സ്വീകരിക്കുകയും എന്നാൽ അവരുടെ ക്രിസ്മസ് ജനുവരി 6 ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചരിത്രത്തിലെ ജനുവരി 6 റഷ്യൻ ഓർത്തഡോക്സ് സഭ ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതി കടന്നു വന്നത്. അവരും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കലണ്ടറിന്റെ മാറ്റം കൊണ്ടാണ് ജനുവരി 6 അത് മാറ്റപ്പെട്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഡിസംബർ 25 എന്ന തീയതി കടന്നു വരുന്നത് സൂര്യദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ചല്ല, മറിച്ച് ഇപ്രകാരം സക്രിയ പുരോഹിതൻ ജെറുസലേം ദേവാലയത്തിൽ ധൂപാർപ്പണം ചെയ്ത ദിവസങ്ങളെ കണക്കാക്കിക്കൊണ്ടാണെന്നുള്ള വസ്തുത നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.